001 യൂണിറ്റ് 2 ആണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കാരണം ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിലില്ല, വളരെ ചെറിയൊരു പാഠാണ്. പരിക്കുകളെ കുറിച്ചാണ് പറയുന്നത്, നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന പരിക്കുകള്. അപ്പൊ ആദ്യം നമുക്ക് പരിക്ക് എന്താണ് അല്ലെങ്കിൽ ഫിസിക്കൽ ഇഞ്ചറി എന്താണ് എന്നാണ് നോക്കാനുള്ളത്. ഓക്കെ, ഫിസിക്കൽ ഇഞ്ചറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാഹ്യമായിട്ടോ ആന്തരികമായിട്ടോ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഒരു പരിക്കിനെയാണ് നമുക്ക് പരിക്കായിട്ട് കണക്കാക്കാൻ പറ്റുന്നത്. ഓക്കെ, എങ്കിൽ ബാഹ്യമായിട്ടുള്ള ഫോഴ്സ്, അതായത് എക്സ്റ്റേണലി ഒരു ഫോഴ്സിൽ നിന്നോ ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഫോഴ്സോ, അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ പുറത്തു നിന്നൊരു ഫോഴ്സോ, അല്ലെങ്കിൽ ഇന്റേണൽ ഫോഴ്സ് നമ്മുടെ ശരീരത്തിന്റെ അകത്തു നിന്നും ഒരു ഫോഴ്സോ നമ്മുടെ ശരീരത്തിന്റെ നോർമൽ ആയിട്ടുള്ള ഒരു ബാലൻസിനെയോ അതിന്റെ പ്രവർത്തനത്തിനോ ബാധിക്കുന്നുണ്ടെങ്കിലാണ് നമുക്ക് ഒരു ഫിസിക്കൽ ഇഞ്ചറി അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ഒരു പരിക്ക് പറ്റി എന്നുള്ളത് പറയാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനത്തെ പരിക്കുകൾ സംഭവിക്കുന്നത് മെയിൻലി എന്തെങ്കിലും നമ്മൾ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ, അതായത് ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും മൂവ്മെന്റ്സ്, എന്തെങ്കിലും ചലനങ്ങൾ ചെയ്യുന്ന ഒരു സമയത്ത്, അതായത് നമ്മൾ നോർമൽ ആയിട്ടുള്ള ജോലികളോ കാര്യങ്ങളോ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ട്രെയിനിങ്സ്, സ്പോർട്സ്, അതല്ലെങ്കിൽ ഡെയിലി മൂവ്മെന്റ്സ് ഉണ്ടല്ലോ, സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തു പോകുന്ന ചില കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ സമയത്താണ് നമുക്ക് പരിക്കുകൾ സംഭവിക്കുന്നത്. ഇതൊക്കെ നോർമലായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്റേണൽ കോസസ് ആൻഡ് എക്സ്റ്റേണൽ കോസസ്, അതായത് ഇന്റേണൽ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ വരുന്ന ഫോഴ്സസ് അല്ലെങ്കിൽ പരിക്കുണ്ടാക്കാൻ സാധ്യതയുള്ള ഫോഴ്സസ്. എക്സ്റ്റേണൽ കോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണലി നമ്മുടെ ശരീരത്തിൽ പരിക്കുണ്ടാക്കാൻ കാരണക്കാരായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അല്ല, എക്സ്റ്റേണൽ കോസസിൽ നമുക്ക് ഇംപ്രോപ്പർ എക്യുപ്മെന്റ് കാണാം, ഇൻകറക്റ്റ് ബോഡി മൂവ്മെന്റ് കാണാം, ലാക്ക് ഓഫ് വാമപ്പ് കാണാം. ഇംപ്രോപ്പർ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ശരിയല്ലാത്ത എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ എന്താ പറയുക ഉപകരണങ്ങളാണ് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ അതിനെ നമുക്കൊരു എക്സ്റ്റേണൽ കോസ് ആയിട്ട് കാണാം, അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള നമുക്ക് പരിക്കേൽപ്പിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമായിട്ട് കാണാം. നെക്സ്റ്റ് ഇൻകറക്റ്റ് ബോഡി മൂവ്മെന്റ്സ് ആണ്. ശരിയല്ലാത്ത രീതിയിലാണ് നമ്മൾ എക്സസൈസോ അല്ലെങ്കിൽ എന്ത് തന്നെ ഡെയിലി നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതും നമുക്കൊരു എക്സ്റ്റേണൽ കോസ് ആയിട്ട് കാണാം, അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള ഒരു പരിക്കിനുള്ള ഒരു കാരണമായിട്ട് കാണാം. നെക്സ്റ്റ് ലാക്ക് ഓഫ് വാമപ്പ് ആണ്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്നതാണ്. നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക്ഔട്ട് ചെയ്യുന്നവരിലോ എപ്പോഴും കണ്ടുവരുന്ന ഒരു സംഭവമാണ് വാമപ്പ് ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് എക്സസൈസിലോട്ട് കടക്കുക എന്നുള്ളത്. അതൊക്കെ ഒരു പരിക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ് ഇന്റേണൽ കോസസ് ആണ്. ഇന്റേണൽ കോസസിൽ വരുന്നത് നമ്മളിൽ അല്ലെങ്കിൽ നമ്മുടെ ആന്തരികമായിട്ട് വരുന്ന ചേഞ്ചസ് ആണ്. അതിന് മെയിൻ കാരണങ്ങൾ ഒന്ന് കാര്യമായിട്ടുള്ള റെസ്റ്റ് ഇല്ലായ്ക, രണ്ടാമതായിട്ട് പുവർ ന്യൂട്രീഷൻ ആണ്. അതായത് നമുക്ക് വേണ്ട രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഇല്ലാതെ ഉള്ള ഒരു, അതല്ലെങ്കിൽ ന്യൂട്രീഷൻ ഇല്ലാത്ത ഒരു ഫുഡ് ഇൻടേക്ക്, നമ്മൾ കാര്യമായിട്ട് ഭക്ഷണം ആ രീതിയിൽ കഴിക്കുന്നില്ല എങ്കിൽ. നെക്സ്റ്റ് ഡീഹൈഡ്രേഷൻ ഓർ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ആണ്. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം ഇല്ലാതാകുക എന്നുള്ളതാണ്. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം, പൊട്ടാസ്യം ഇങ്ങനെയുള്ള ചില ഇലക്ട്രോലൈറ്റ്സിന്റെ ഇംബാലൻസ്, അത് ബാലൻസ് ഇല്ലാതാവുകയാണ്. സോ ഇതൊക്കെ ഒരു ഇന്റേണൽ കോസസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇത്തരത്തിലുള്ള ഇഞ്ചറീസിന് അല്ലെങ്കിൽ പരിക്കുകളെ നമുക്ക് മറികടക്കാൻ പറ്റുന്നത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്, അല്ലെങ്കിൽ വാമപ്പ്, ന്യൂട്രീഷന്, അതായത് ന്യൂട്രീഷൻ നിറഞ്ഞിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് മൂലം, അല്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കുക, റെസ്റ്റ് എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പരിക്കുകളെ മറികടക്കാനായിട്ട് കഴിയും. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഇഞ്ചറീസ് ആണ്. അതായത് ഫിസിക്കൽ ഇഞ്ചറീസ് അല്ലെങ്കിൽ പരിക്കുകൾ തന്നെ രണ്ട് തരത്തിൽ വരുന്നുണ്ട്. ഒന്ന് ട്രോമാറ്റിക് ഇഞ്ചറീസും രണ്ടാമതായിട്ട് ഓവർ യൂസ് ഇഞ്ചറീസും ആണ്. ട്രോമാറ്റിക് ഇഞ്ചറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പെട്ടെന്നുള്ള ഒരു ഫോഴ്സ്, പെട്ടെന്നുള്ള ഒരു വീഴ്ച, പെട്ടെന്ന് എന്തെങ്കിലും നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ മസിലിനോ ടെൻഡൻസിനോ ബോൺസിനോ ജോയിന്റ്സിനോ ലിഗമെന്റ്സിനോ നെർവ്സിനോ എന്താവട്ടെ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു ഇഞ്ചറി വരുന്നതിനെയാണ് നമ്മൾ ട്രോമാറ്റിക് ഇഞ്ചറി എന്ന് പറയുന്നത്. അതായത് പെട്ടെന്നുള്ള ആഘാതത്തിൽ വരുന്ന ഒരു ഇഞ്ചറി. നെക്സ്റ്റ് വൺ ഓവർ യൂസ് ഇഞ്ചറീസ് ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ട്രോമാറ്റിക് ഇഞ്ചറി എക്സ്റ്റേണലിയും ആകാം ഇന്റേണലിയും ആകാം കേട്ടോ. എക്സ്റ്റേണലി എന്ന് പറഞ്ഞാൽ ബാഹ്യമായിട്ടും ആകാം, ഇന്റേണലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്തരികമായിട്ടും ആകാം. ഓക്കെ, ഇതിനെ എക്സ്ട്രിൻസിക് എന്നും ഇൻട്രിൻസിക് എന്നും വിളിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഓവർ യൂസ് ഇഞ്ചറീസ് ആ. അതായത് ഓവർ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമിത ഉപയോഗം കൊണ്ട് വരുന്ന ഇഞ്ചറീസ്. ഓക്കെ, അതായത് ചിലപ്പോഴൊക്കെ നമ്മൾ കാണാറുണ്ട്, നമുക്കൊരു പരിക്ക് ചെറിയ തോതിൽ പറ്റിയിട്ടുണ്ടായിരിക്കുള്ളൂ, പക്ഷെ എങ്കിലും നമ്മൾ വീണ്ടും 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 വർക്കൗട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ വീണ്ടും ആ ഒരു കൈക്കാണ് നമുക്ക് എന്തെങ്കിലും പറ്റിയിട്ടില്ലെങ്കിൽ ആ കൈ വെച്ചിട്ട് വീണ്ടും പല കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ലൈഫിൽ തന്നെ ഉണ്ടായിരിക്കും. സോ അങ്ങനെ ഓവർ യൂസ് ഇഞ്ചറീസ് നടക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതായത് റിപ്പീറ്റഡ് ആയിട്ട് ഓൾറെഡി നമ്മളെ ബോഡി കണ്ടീഷൻ ഓക്കെ അല്ലാതിരിക്കുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും ആ ഒരു ഭാഗത്ത് നമ്മൾ സ്ട്രെസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓവർ യൂസ് ഇഞ്ചറി വരാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ ഒരു എടുത്തു പറയാൻ പറ്റിയൊരു എക്സാമ്പിള് ടെന്നീസ് എൽബോ, അതുപോലെ ലിഗമെന്റ് സ്പ്രെയിൻസ് ആണ്. ലിഗമെന്റ് സ്പ്രെയിൻസ് നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ, നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ വരുന്ന സംഭവമാണ്. അത് നമ്മൾ വീണ്ടും വീണ്ടും അതേ ഭാഗം വെച്ചില്ലെങ്കിൽ കൈക്കാണ് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ആ കൈ കൊണ്ട് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അത് കൂടുകയുള്ളൂ. നെക്സ്റ്റ് നമുക്ക് വേദന എന്താണെന്നും, ഒരു വേദന അതൊരു ഇഞ്ചറി റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു പരിക്കിന്റെ ഭാഗമായിട്ട് നമ്മളെ ശരീരത്തിന്റെ ഒരു റെസ്പോൺസ് സിസ്റ്റം ആണ് എന്നുള്ളത് മനസ്സിലാക്കാനാണ് നമ്മൾ പോകുന്നത്. സോ പെയിന് നിങ്ങൾക്ക് ഇവിടെ വായിച്ചു കാണാം, പെയിൻ ആസ് പ്രൊട്ടക്ഷൻ. പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ശരീരത്തിന്റെ ഒരു വാർണിംഗ് സിഗ്നൽ ആണ്. നമ്മളെ ശരീരത്തിന് എന്തോ ഒരു ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് എന്ന് ശരീരം നമുക്ക് കാണിച്ചു തരുന്ന ഒരു സിഗ്നൽ ആണ്. ഓക്കെ, ഒരു പെയിന് നമ്മളെ ശരീരത്തിൽ വരുമ്പോൾ അത് കാണിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ശരീരം നമുക്ക് കാണിച്ചു തരുന്നത് നമുക്ക് ഫിസിക്കലി അല്ലെങ്കിൽ ഇമോഷണലി എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നാണ്. ഫിസിക്കലി ശാരീരികമായിട്ട് ഇമോഷണലി ആകുമ്പോൾ മാനസികമായിട്ട് എന്തെങ്കിലും നമുക്കൊരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് കാണിച്ചു തരാനാണ് നമ്മുടെ ശരീരത്തിൽ പെയിന് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഇത് ഇപ്പൊ എല്ലാവർക്കും ഒരേ തരത്തിലായിരിക്കോ പെയിന്? ഒരിക്കലും അല്ല. ഒരാളുടെ ഒരു ടോളറൻസ് എത്ര മാത്രമാണോ, ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു വേദനയെ സഹിക്കാന് അല്ലെങ്കിൽ അവരുടെ ഒരു സഹനശേഷി എന്ന് പറയില്ല, അത് എത്രമാത്രമാണോ അതിനനുസരിച്ചായിരിക്കും ആ പെയിന് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു തലവേദനയോ പല്ലുവേദനയോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് പെയിൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ലേഡീസ് ആണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി പെയിനിനെ കടിച്ചമർത്തി നമുക്ക് പിടിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റും. പക്ഷെ അത് നേരെ ജെൻസിലോട്ട് വരുന്ന സമയത്ത് അവർക്ക് ടോളറന്റ് ആകാൻ ഈ കാര്യത്തിൽ അത്രമാത്രം ടോളറന്റ് ആയിരിക്കൂല. അതുകൊണ്ട് തന്നെ ചെറിയ പെയിന് വരുമ്പോൾ തന്നെ അവർക്ക് അത് സഹിക്കാൻ പറ്റാത്തതായിട്ട് തോന്നും, അല്ലെ? സോ അത് എല്ലാവരും ഒറ്റ ഇതിൽ പറയല്ല കേട്ടോ, നമ്മൾ പൊതുവേ കണ്ട് വരുന്ന ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സോ ഇത്തരത്തിൽ പെയിൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് അത്യാവശ്യമാണ്. ഓക്കെ, എക്സസൈസിന്റെ കേസിലോട്ട് എടുക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത പെയിൻ ആണ് ഉള്ളതെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് പിന്നെ റെസ്റ്റ് നിർബന്ധമാണ്, എക്സസൈസ് ചെയ്യാനായിട്ട് പാടില്ല. സോ ഒരു പെയിന് ഒരു ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് പരിക്ക് പറ്റിക്കഴിഞ്ഞാല് ആ ഭാഗത്തോട്ട് കൂടുതലായിട്ട് രക്തത്തിന്റെ പ്രവാഹം ഉണ്ടാവും, കൂടുതലായിട്ട് ബ്ലഡ് ആ ഭാഗത്തോട്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ആ സ്ഥലത്തില് ഒരു നീർക്കെട്ട് പോലെ അല്ലെങ്കിൽ ഒരു ചുവപ്പ് നിറം അല്ലെങ്കിൽ ഒരു ചൂട് ഒക്കെ അനുഭവപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. ഒരു 4
ദിവസമാണ് ഇത്തരത്തിലുള്ള ആ ഒരു പെയിൻ സംഭവിച്ച അല്ലെങ്കിൽ ആ ഒരു പരിക്ക് സംഭവിച്ച സ്ഥലത്തിന്റെ ഒരു ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നത് 4 ദിവസം കൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇഞ്ചറീസിലോട്ട് അങ്ങോട്ട് കടക്കാം. അതായത് പരിക്കുകൾ, ഓരോ ടൈപ്പ് ഓഫ് പരിക്കുകൾ നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമുക്ക് പറയാനായിട്ടുള്ളത് മസിൽ ആൻഡ് ടെൻഡൻ ഇഞ്ചറീസിനെ കുറിച്ചാണ്. ഓക്കെ, അതായത് നമ്മൾ മസിലിനും ടെൻഡനും സംഭവിക്കുന്ന ഇഞ്ചറീസിനെ കുറിച്ച് വളരെ ബ്രീഫായിട്ട് ചുരുക്കി ഒന്ന് പറയാം. ഓക്കെ, നമ്മൾ ഓൾറെഡി മസിലിന്റെ ചില സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. എലാസ്റ്റിസിറ്റി, എക്സ്റ്റെൻസിബിലിറ്റി, കോൺട്രാക്ടിലിറ്റി ആൻഡ് സ്ട്രെങ്ത്. ഓക്കെ, ഇത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് പോകുന്നില്ല. നിങ്ങൾ കഴിഞ്ഞ നമ്മുടെ യൂണിറ്റ് 1 ആ ക്ലാസ് ഒന്ന് നോക്കുക കേട്ടോ. ഇവിടെ നമ്മുടെ മസിലിനോ അല്ലെങ്കിൽ ടെൻഡനോ എന്താവട്ടെ, ഇവർക്ക് നമ്മൾ അതിൻ്റെ ഒരു കപ്പാസിറ്റിയിലും കൂടുതലായിട്ട് വർക്ക് കൊടുക്കുമ്പോഴാണ് ഇഞ്ചുറി സംഭവിക്കുന്നത്. അത് നമുക്കറിയാലോ. സോ ഈ ഇഞ്ചുറി സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൂടുതലായിട്ട് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസിലിന് ടിയറോ സ്ട്രെയിനോ വരാം. ടിയർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ വിള്ളല് പോലെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. സോ അവിടെ നീർക്കെട്ടായിട്ടോ അല്ലെങ്കിൽ ചുവപ്പ് നിറമായിട്ടോ ചൂടോ അല്ലെങ്കിൽ വേദനയോ നമുക്ക് അനുഭവപ്പെടും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എന്തോ ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു പരിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് മാത്രമല്ല, ഒരു 3-4 ദിവസം എടുക്കും ശരിക്കും ഒരു ഹീലിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഹീലിംഗ് 3-4 ദിവസം എടുത്ത് അപ്പോഴേ ഹീലിംഗ് പ്രോസസ്സ് ശരിയായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കംപ്ലീറ്റ് റെസ്റ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ ക്ലയൻസ് ആവട്ടെ അല്ലെങ്കിൽ നമുക്ക് തന്നെ ആയാലും കംപ്ലീറ്റ് റെസ്റ്റ് ആണ് കൊടുക്കേണ്ടത്. അതും ഇനീഷ്യൽ സ്റ്റേജിൽ കേട്ടോ, തുടക്കത്തിൽ തന്നെ ഒരു പരിക്കിന്റെ തുടക്കം ഫേസിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് റെസ്റ്റ് ആണ് കൊടുക്കേണ്ടത്. എന്നാൽ പെയിൻ ഒന്ന് കുറഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഗ്രാജുവലി നമുക്ക് വർക്കൗട്ടിലോട്ടോ അല്ലെങ്കിൽ ശരീരത്തിലെ മൂവ്മെന്റ്സ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. നെക്സ്റ്റ് ടെൻഡൻസിന്റെ കേസാണ്. ഇവിടെ ടെൻഡൻസിലോ മസിൽസിലോ ഒക്കെ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ മസിൽസിലാണെങ്കിൽ വളരെ പെട്ടെന്ന് അത് റിക്കവർ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം മസിൽസിലോട്ട് ബ്ലഡ് സപ്ലൈ വളരെ കൂടുതലാണ്. നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ മസിൽസിന് പലതരം സ്വഭാവ ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞല്ലോ. എലാസ്റ്റിസിറ്റി, എക്സ്റ്റെൻസിബിലിറ്റി, ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മസിൽ റിക്കവറിങ് ഒരു ടൈമും വളരെ കുറവാണ്. എന്നാൽ ടെൻഡൻസിലോട്ട് വരുമ്പം, ടെൻഡൻസ് നിങ്ങൾക്ക് അറിയണ്ടായിരിക്കല്ലോ, എല്ലിനെയും മസിലിനെയും ഒരുമിച്ച് നിർത്തുന്ന സാധനമാണ് ടെൻഡൻ എന്ന് പറയുന്നത്. സോ ടെൻഡന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അങ്ങോട്ടേക്ക് ബ്ലഡ് സപ്ലൈ വളരെ കൂടുതലായിട്ടൊന്നുമില്ല, വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ റിക്കവർ ചെയ്യാൻ എടുക്കുന്ന സമയം വളരെ കൂടുതലാണ്. ബ്ലഡ് സപ്ലൈ ഇല്ലെങ്കിൽ റിക്കവറിങ് ശരിയായിട്ട് നടക്കൂല. അപ്പൊ കുറേ സമയം എടുത്തിട്ടായിരിക്കും ടെൻഡൻസ് ഹീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടെൻഡൻസിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു റിക്കവർ ആവുന്നവരെ കംപ്ലീറ്റ് റെസ്റ്റ് ആണ് കൊടുക്കുക. നെക്സ്റ്റ് ഷോൾഡർ ജോയിന്റ്സിന് വരുന്ന പരിക്കുകളെ കുറിച്ചാണ്. ഷോൾഡർ ജോയിന്റ്സിന്റെ ഒരു പ്രത്യേകത വെച്ചാല് നമ്മളെ ശരീരത്തിന്റെ മൊബിലിറ്റി, അതായത് നമ്മുടെ ചലനത്തിന് ഒരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് ഷോൾഡർ മസിൽസ് നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 70% ഷോൾഡർ ഇഞ്ചറീസും നടക്കുന്നത് റൊട്ടേറ്റർ കഫിലായിരിക്കും. ഓക്കെ, അത് തന്നെ ഇൻഫ്രാസ്പിനറ്റസ് എന്നുള്ള മസിലിനായിരിക്കും ഏറ്റവും കൂടുതൽ പരിക്ക് സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ ഷോൾഡറിൽ വരുന്ന കീ മസിൽസ്, മെയിൻ ആയിട്ടുള്ള മസിൽസ് ഒന്ന് ബൈസെപ്സ്, ഡെൽറ്റോയിഡ്, പെക്ടോറൽ, ലാറ്റർ ആൻഡ് റൊട്ടേറ്റർ കഫ് മസിൽസ് ആണ്. ഓക്കെ, റൊട്ടേറ്റർ കഫ് മസിൽസിൽ തന്നെ സുപ്രാസ്പിനറ്റസ്, ഇൻഫ്രാസ്പിനറ്റസ്, സബ്സ്കെപ്പുലാരിസ്, ടെറസ് മൈനർ, ഇത്രയാണ് നമുക്ക് റൊട്ടേറ്റർ കഫ് മസിൽസിന് ബന്ധപ്പെട്ട് വരുന്ന ചില മസിൽസ്. അതില് ഹയർ റിസ്ക് ഉള്ള എക്സസൈസസ് ഏതാണെന്നും കൂടെ നമുക്ക് നോക്കാം. ബിഹൈൻഡ് നെക്ക് പ്രസ്, ഇൻക്ലൈൻ ബെഞ്ച് പ്രസ്, പാരലൽ ബോഡി പ്രസ് ആൻഡ് ഇംപ്രോപ്പർ സൈഡ് ലാറ്ററൽ റൈസസ്. ഓക്കെ, സൈഡ് ലാറ്ററൽ റൈസസ് ഇംപ്രോപ്പർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഷോൾഡർ ജോയിന്റിനാണ്
കൂടുതലും ഇഞ്ചുറി വരാനുള്ള സാധ്യത. നമുക്ക് ഇത്തരത്തിലുള്ള ഷോൾഡർ ഇഞ്ചുറീസ് ഒക്കെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. എന്ത് എക്സസൈസ് ചെയ്യുന്ന, എസ്പെഷ്യലി ഷോൾഡർ ലോട്ടുള്ള എക്സസൈസസ് ഒക്കെ ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫോം കീപ്പ് ചെയ്യാനായിട്ട് നോക്കാം. അതായത് ശരീരത്തിന്റെ ഘടന ശരിയാണ് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മളിപ്പോ ഒരു ലാറ്ററൽ റൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പിങ്കി സൈഡ്, അതായത് ഈ ചെറിയ വിരല് ഒന്ന് റൈസ് ചെയ്തുകൊണ്ട് ഒന്ന് പൊക്കിക്കൊണ്ട് വെക്കാനായിട്ട് നോക്കുക. ഇതാണ് ഒരു പ്രിവെൻഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബാക്ക് പെയിൻ ആണ് കേട്ടോ. ബാക്ക് പെയിനിന്റെ ചില കാരണങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ബാക്ക് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറം വേദന. പുറം വേദനയുടെ മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും പറയുന്ന പോലെ ഇംപ്രോപ്പർ ആയിട്ടുള്ള വെയിറ്റ് ട്രെയിനിങ്, അതായത് ശരിയല്ലാത്ത രീതിയിൽ, അതായത് നമ്മുടെ കപ്പാസിറ്റിയിലും കൂടുതലായിട്ടുള്ള വെയിറ്റ് ലിഫ്റ്റിംഗ്. ഓക്കെ, ഇത് നമുക്ക് ഡിസ്ക് റിലേറ്റഡ് ഇഷ്യൂസ് വരെ ഉണ്ടാക്കാം. ഓക്കെ, അതുകൊണ്ട് ഇംപ്രോപ്പർ ആയിട്ടുള്ള വെയിറ്റ് ട്രെയിനിങ് ആണ് ഫസ്റ്റത്തെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നീട് എക്സസ് അബ്ഡോമിനൽ ഫാറ്റ് ആണ്, അതായത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ വയറിന് ചുറ്റും ഉണ്ടാകുന്ന എക്സസ് ആയിട്ടുള്ള ഫാറ്റ്, കൊഴുപ്പ്. ഓക്കെ, ഇനി ചില ജോലി ചെയ്യുന്ന ആളുകളിൽ നമുക്ക് കാണാം ഒരുപാട് സമയം ഇരിക്കേണ്ട അല്ലെങ്കിൽ നിൽക്കണ്ടോ നിന്നുകൊണ്ടോ ജോലി ചെയ്യേണ്ട അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. അത്തരക്കാർക്കും ബാക്ക് പെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചില ആളുകള് മുഖം താഴ്ത്തി കമഴ്ന്ന് കിടന്നുറങ്ങുന്നത് കാണാം. അങ്ങനത്തെവർക്കും ബാക്ക് പെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഡിസ്ക് കംപ്രഷൻ ആണ്. ഡിസ്ക് കംപ്രസ് ആയി പോകുമ്പോഴും നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഒരു 5 കാര്യങ്ങളാണ് നോക്കിയത്. വെയിറ്റ് ട്രെയിനിങ്സ് ചെയ്യുന്ന സമയത്ത് ഇംപ്രോപ്പർ ആണെങ്കിൽ, ശരിയല്ല എങ്കിൽ, പിന്നെ അബ്ഡോമിനൽ ഫാറ്റ്, അതായത് വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് കൂടുതലാണെങ്കിൽ, കൂടുതൽ സമയമുള്ള ഇരുന്നോ നിന്നോ ഉള്ള ഒരു ജോലിയാണെങ്കിൽ, കിടക്കുന്ന സമയത്ത് മുഖം താഴ്ത്തി കമഴ്ന്നാണ് കിടന്നുറങ്ങുന്നതെങ്കിലും അത്തരക്കാരില് ബാക്ക് പെയിൻ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഡിസ്ക് കംപ്രഷൻ ആണ് നോക്കിയത്. ഓൾറൈറ്റ്, ഇതിന് നമുക്ക് എങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. നമ്മള് ഒരുപാട് സമയം ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്കൊന്ന് എണീറ്റ് നടന്നിട്ടോ അല്ലെങ്കിൽ താഴെ കുറച്ച് സമയം ഒന്ന് കിടക്കേ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് റെസ്റ്റ് ഇന്റർവെൽസ് കൊണ്ടുവരാനായിട്ട് പറ്റും. എന്ത് ജോലിയായാലും അവരില് റെസ്റ്റ് ഇന്റർവെൽസ് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം അതിലൂടെ നമുക്ക് ബാക്ക് പെയിനെ പ്രിവെന്റ് ചെയ്ത് അല്ലെങ്കിൽ മാറ്റി നിർത്താം. നെക്സ്റ്റ് മോർണിംഗ് റുട്ടീൻസ് ആണ്. അതായത് നമ്മൾ എന്നും രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മൾ നോർമലി കിടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കാൽമുട്ട് രണ്ടും നമ്മുടെ ചെസ്റ്റ് പോർഷനിലോട്ട് കൊടുന്ന് ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് നോക്കാം. എണീക്കുന്നതിന് മുൻപ്, കട്ടിൽ നിന്നും എണീക്കുന്നതിന് മുൻപായിട്ട്. ഓക്കെ, ഇത് നല്ലൊരു എക്സസൈസ് ആണ് നടുവേദന വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉറങ്ങുന്ന നമ്മുടെ സർഫേസ് ഉണ്ടല്ലോ, ആ ഉറങ്ങുന്ന സ്ഥലം അതിപ്പോ ഒരു എന്താണ് മാട്രസ് ആണെങ്കിൽ ഭയങ്കര സ്പോഞ്ചി ആയിട്ടുള്ള മാട്രസ് മാക്സിമം യൂസ് ചെയ്യാതെ ഇരിക്കാം. ഓക്കെ, കാരണം വളരെ സ്പോഞ്ചി ആയിട്ടുള്ള ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കിടപ്പിന്റെ ആ ഒരു ബോഡി പോസ്ചർ പ്രോപ്പർ അല്ലാതെ വരികയും ബാക്ക് പെയിന് ഫ്യൂച്ചറിൽ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് എക്സസൈസ് ചെയ്യുമ്പോഴായാലും അത് പ്രോപ്പർ ആയിട്ടുള്ള ടെക്നീക്കിൽ ചെയ്യുക അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ബോഡി പോസ്ചറിൽ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ബുക്കില് എൽബോ, അതായത് കൈമുട്ടിൽ വരുന്നതിനെ കുറിച്ച് വളരെ ചെറിയൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് മറ്റുള്ള പരിക്കുകളെ പോലെ തന്നെ സിമിലർ ആയിട്ടാണ് അതിലും വന്നിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിൽ എക്സ്പ്ലനേഷൻ ഒന്നും വരാഞ്ഞത്. വളരെ ചെറിയൊരു പോർഷൻ മാത്രമാണ് ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് നോക്കാം. നീ ജോയിന്റ്. ഓക്കെ, നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽമുട്ടിലുള്ള ജോയിന്റിൽ വരുന്ന പരിക്കുകളെ കുറിച്ചാണ്. കാൽമുട്ടിന് ചുറ്റും വരുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെമ്യൂർ,
ടിബിയ, പട്ടേല. അതായത് ഈ ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെമ്യൂർ ബോണ്, ടിബിയ അല്ലെങ്കിൽ പട്ടേല. പട്ടേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാരും കൂടെ കൂടിയതിനെയാണ് നമ്മൾ നീ ജോയിന്റ് എന്ന് പറയുന്നത്. ആ ഒരു ജോയിന്റ് ഇവര് 3 പേരും കൂടെ ഉള്ളത് ഫെമ്യൂർ, ടിബിയ, പട്ടേല. നമ്മൾ കാലിലോട്ടാണല്ലോ ഏറ്റവും കൂടുതൽ എന്താ പറയാ ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു ഷോക്ക് അബ്സോർബർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് മെനിസ്കസ് ആണ്. അതുപോലെ സിനോവിയൽ ഫ്ലൂയിഡ് ആണ് നമ്മുടെ കാലിലെ ജോയിന്റ്സിനെ ഒന്നും കൂടെ ലൂബ്രിക്കേറ്റ് ചെയ്ത് നിർത്തുന്നതും അതുപോലെ നറിഷ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള പോഷകങ്ങളെ എത്തിക്കുന്നതൊക്കെ ആയിട്ടുള്ള സിനോവിയൽ ഫ്ലൂയിഡ് ആണ്. ലൂബ്രിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റിനെ കുറച്ചും കൂടെ അല്ലെങ്കിൽ ചലനത്തിനെ കുറച്ചും കൂടെ എളുപ്പമാക്കുന്നത് സിനോവിയൽ ഫ്ലൂയിഡ് ആണ്. ഓക്കെ, കാൽമുട്ടില് നീ ജോയിന്റിലെ മസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാഡ്രിസെപ്സും ഹാംസ്ട്രിങ്സും ആണ്. അപ്പോ നമ്മള് എപ്പോഴും കാലില് വരുന്ന ഇഞ്ചുറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇൻകറക്റ്റ് ആയിട്ട്, അതായത് പ്രോപ്പർ ആയിട്ട് ഈ പറഞ്ഞ 2 മസിൽസിനും വർക്കൗട്ട് കൊടുത്തിട്ടില്ലെങ്കിലും, അതായത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വർക്കൗട്ട് കൊടുത്തിട്ടില്ലെങ്കിലും എന്താ പറയാ പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇഞ്ചുറീസ് വരാനുള്ള സാധ്യത ഉണ്ട്. ഇതില് തന്നെ ക്വാഡ്രിസെപ്സ് ആണ് നമ്മുടെ എന്താ പറയാ കാൽമുട്ടിന്റെ അല്ലെങ്കിൽ ചിരട്ട എന്ന് പറഞ്ഞല്ലോ പെറ്റല്ലാർ മൂവ്മെന്റിന് കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യുന്നതും ഹെൽപ്പ് ചെയ്യുന്നതും. ഓക്കെ, ഇനി നീ ജോയിന്റിൽ വരുന്ന പരിക്കുകളുടെ മെയിൻ കാരണം ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്ക്വാട്സ്, എക്സസീവ് ആയിട്ടുള്ള, അതായത് കൂടുതലായിട്ടുള്ള വെയിറ്റ്, ഒരുപാട് റെപ്പറ്റീഷൻസ്, ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ്. അത് നേരത്തെ പറഞ്ഞല്ലോ 2 മസിൽസിനും പ്രോപ്പർ ആയിട്ടുള്ള ബാലൻസ് ഇല്ലാത്ത രീതിയിലുള്ള ട്രെയിനിങ്സ് കൊടുക്കുക. പിന്നെ അൺഈവൻ ആയിട്ടുള്ള സർഫേസ്, നമ്മളെ നിരപ്പ്, അതായത് നമ്മൾ എക്സസൈസ് ചെയ്യുന്ന നിരപ്പ് ശരിയായ ഒരു നിരപ്പല്ല എങ്കിൽ, അൺഈവൻ ആയിട്ട് കിടക്കുന്നതാണെങ്കിലും നമ്മളെ കാൽമുട്ടിനാണ് ഇഞ്ചുറി ഉണ്ടാക്കുന്നത്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഫുട് വെയർ, നമ്മൾ യൂസ് ചെയ്യുന്ന ഫുട് വെയർ അല്ലെങ്കിൽ ഷൂസ് പ്രോപ്പർ അല്ലെങ്കിലും നമ്മളെ നീക്കാണ് അതിന്റെ എല്ലാ ഭാരവും അല്ലെങ്കിൽ എല്ലാ പ്രോബ്ലവും അല്ലെങ്കിൽ എല്ലാ പരിക്കും ഏൽക്കാനുള്ള സാധ്യത. ഓക്കെ, ഇനി 7 കാര്യങ്ങൾ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, 7 കാര്യങ്ങൾ വരുന്നത് പ്രോപ്പർ ആയിട്ടുള്ള വാമപ്പ് ആണ്. ഓക്കെ, ഈ വാമപ്പിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ജോയിന്റ്സിലോട്ടും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക, പരിക്കുകളെ കുറക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് വാമപ്പിന്റെ ഒരു ഉദ്ദേശം. സോ വാമപ്പ് എസ്പെഷ്യലി കോൾഡ് വെതറിലാണെങ്കിൽ, ഒരു തണുപ്പുള്ള ഒരു ടൈമിലാണെങ്കിൽ നമ്മള് വാമപ്പ് നന്നായിട്ട് ചെയ്തിരിക്കണം. അതുപോലെ കുറച്ച് പ്രായം കൂടിയിട്ടുള്ള ആളുകളാണെങ്കിലും അവരെ കൊണ്ട് നല്ല രീതിയിൽ വാമപ്പ് ചെയ്തിരിക്കണം. ഓക്കെ, രണ്ടാമതായിട്ട് നമ്മള് കാലിന്റെ പൊസിഷൻ ആണ്. ഓക്കെ, നമ്മൾ എപ്പോഴും ഒരു 30 ഡിഗ്രി ആംഗിളിലായിരിക്കണം കാലിന്റെ, അല്ലെങ്കിൽ ഒരു വി ഷേപ്പിലായിരിക്കണം നമ്മുടെ കാലിന്റെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഒരു കാരണവശാലും നേരെ പാരലൽ വെക്കാതിരിക്കുക. നെക്സ്റ്റ്, നമ്മള് കാലിനെ ഒരു വി ആംഗിളില് അല്ലെങ്കിൽ വി പൊസിഷനിൽ വെക്കുന്ന സമയത്ത് എഡക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള മസിൽസ്, ഓക്കെ, എഡക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള മസിൽസ് നമ്മളെ ലിഗമെന്റ്സിനെയും പറയാ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, എഡക്ടർ സപ്പോർട്ട്. അപ്പൊ നിങ്ങൾ 7 പോയിന്റ്സ് നോക്കി വെക്കുമ്പോ ഈ എന്താ ഇതൊന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ഇതൊന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. സോ എഡക്ടർ മസില് നമ്മളെ കാല് വി ഷേപ്പിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാഡ്രിസെപ്സിനെയും അതുപോലെ ലിഗമെന്റ്സിനെയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അതായത് ക്വാഡ്രിസെപ്സിന്റെ സഹായത്തോട് കൂടിയിട്ട് ലിഗമെന്റ്സിനെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ആംഗിൾ കൺട്രോൾ ആണ്. ആംഗിൾ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇപ്പോ സ്പെഷ്യലി സ്ക്വാട്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് മുന്നിലോട്ട് നമ്മളിങ്ങനെ ചാഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ സ്ക്വാട്സ് ചെയ്യാനുള്ള, നമുക്ക് കുറച്ചും കൂടി ഈസിയർ അതായിരിക്കാം ചിലപ്പം.
അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്തു പോകുന്ന കാണാം. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് ശരീരത്തിന്റെ വെയിറ്റ് പ്രോപ്പർ ആയിട്ട് ശരീരം മൊത്തം ഈവൺ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആകുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് പ്രോപ്പർ അലൈൻമെന്റ് ആണ്. പ്രോപ്പർ അലൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെ എക്സസൈസസ് ചെയ്യുകയാണെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫോം സൂക്ഷിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് സേഫ് ലോഡ്, അതായത് എന്ത് എക്സസൈസ് എന്ത് വെയിറ്റ് ട്രെയിനിങ് ആണെങ്കിലും ഒരാളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള വെയിറ്റ് മാത്രം അവര് യൂസ് ചെയ്യാനായിട്ട് നോക്കാം. നെക്സ്റ്റ് ഇഞ്ചുറി കെയർ, നമ്മൾക്ക് അല്ലെങ്കിൽ ഒരു പരിക്ക് പറ്റി എന്ന് തോന്നിക്കഴിഞ്ഞാല് അതിന് വേണ്ട ഒരു സീരിയസ്നെസ് കൊടുത്ത് പെട്ടെന്ന് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, അതായത് ഐസ് പാക്ക് വെക്കുകയോ അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു പ്രൊഫഷണലിന്റെ ഗൈഡൻസ് സീക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണുകയോ ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണുകയോ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. ഇത്രയാണ് നമുക്ക് 7 കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ടുള്ളത്. ഏറ്റവും അവസാനമായിട്ട് ഈ പാഠത്തില് എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് ട്രെയിനിങ് ഗൈഡ് ലൈൻസ് ആണ്. ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. വാമപ്പും കൂൾ ഡൗണും നിർബന്ധമായിട്ട് കൊണ്ടുപോവുക. നെക്സ്റ്റ് പ്രോപ്പർ ന്യൂട്രീഷൻ ആണ്. അതായത് നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻസോ ആവട്ടെ അവര് പ്രോപ്പർ ന്യൂട്രീഷൻ ഇൻടേക്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. അത് വെള്ളം കുടിക്കുന്നതാവട്ടെ, സോഡിയം ഉപ്പിന്റെ ഉപയോഗം ആവട്ടെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽ വരണം. എസ്പെഷ്യലി സോഡിയം വെള്ളമൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ വേദന, അതായത് മസിൽ ക്രാംസ് ഉണ്ടല്ലോ, എക്സസൈസിന് ശേഷമുള്ള മസിൽ ക്രാംസ് കുറക്കാനായിട്ട് സഹായിക്കും. പിന്നെ ആവശ്യത്തിനുള്ള റെസ്റ്റ്, എപ്പോഴും ഉറക്കത്തിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം അവർക്ക് ഉറക്കം ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തണം. അതുപോലെ ഓരോ ട്രെയിനിങ്ങിന്റെ ഇടയിലും അല്ലെങ്കിൽ ഓരോ എക്സസൈസിന്റെ ഇടയിലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെസ്റ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളത് നോക്കാം. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള എക്യുപ്മെന്റിന്റെ ഉപയോഗമാണ്. ശരിയായ തോതിലുള്ള എക്യുപ്മെന്റ്സ് ആവട്ടെ അല്ലെങ്കിൽ അവരുടെ വസ്ത്രധാരണയാവട്ടെ എല്ലാം തന്നെ പ്രോപ്പർ ആയിരിക്കണം. ഷൂസിന്റെ ഉപയോഗം, ബെൽറ്റ്, ഗ്ലൗസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് കറക്റ്റ് എക്സിക്യൂഷൻ, അതായത് ഓരോ എക്സസൈസ് ചെയ്യുമ്പോഴും കറക്റ്റ് ഫോമിൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് പരിക്കുകളെ മാറ്റി നിർത്താനായിട്ട് പറ്റുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ബുക്കില്. വളരെ ചെറിയൊരു പാഠാണ്. ഓക്കെ, വളരെ ഈസിയാണ്. കാരണം എല്ലാ പരിക്കുകളും ഒരു സിമിലർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ തന്നെ നമുക്ക് ഈ പാഠം വളരെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഓക്കെ, താങ്ക് യു.